2025-ൽ ഗ്രീൻ എനർജി നിക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് സോളാറിൽ, സാമൂഹിക ഉത്തരവാദിത്തം മാത്രമല്ല, ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തികമായി ലാഭകരവുമാണ്. സാമ്പത്തിക വളർച്ചയിൽ മുന്നോക്കം നിൽക്കുന്ന സമ്പദ്ഘടനയെന്ന നിലയിൽ രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യകത അനുദിനം വർദ്ധിക്കുകയാണ്. കർശനമായ നയങ്ങൾ, നിർമ്മാണം, ഇൻസ്റ്റലേഷൻ, സംഭരണം തുടങ്ങിയ മേഖലകളിൽ ഉള്ള നൂതന സാങ്കേതിക വിദ്യയുടെ വളർച്ച ഈ മേഖലയുടെ വളർച്ചയെ കൂടുതൽ പിന്തുണയ്ക്കുന്നു. ഭരണതലത്തിൽ നിന്നുള്ള പിന്തുണയും ഭാവിയിലെ ബിസിനസ് സാധ്യതകളും പരിഗണിക്കുമ്പോൾ ഏതൊരു നിക്ഷേപകനും അവരുടെ പോർട്ട്ഫോളിയോയിൽ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ നിന്നുള്ള ഓഹരികളെ കൂടി ഉൾപ്പെടുത്തുന്നതിലൂടെ മികച്ച അവസരങ്ങളാണ് തുറന്നുകിട്ടുന്നത്. സമീപ വർഷങ്ങളിലായി മികച്ച പ്രകടനം പുറത്തെടുക്കുന്നവയും വരുന്ന പുതുവർഷത്തിലും അതേ നിലയിലുള്ള പ്രകടനം ആവർത്തിക്കാമെന്നും കരുതപ്പെടുന്ന 2 സോളാർ എനർജി ഓഹരികളുടെ വിശദാംശം നോക്കാം. വാരി റിന്യൂവബിൾസ് ടെക്നോളജീസ് ലിമിറ്റഡ്. വാരി റിന്യൂവബിൾസ് ടെക്നോളജീസ് വാരി ഗ്രൂപ്പിന്റെ ഒരു സബ്സിഡിയറി കമ്പനിയാണ്. സോളാർ ഇപിസി ബിസിനസിന് നേതൃത്വം നൽകുന്നു. വാരി ഗ്രൂപ്പ് 10,000 സോളാർ പ്രോജക്റ്റുകൾ വിജയകരമായി സ്ഥാപിച്ചു. മൊത്തം പ്രവർത്തനശേഷി 600 മെഗാവാട്ട്. മുംബൈ ആസ്ഥാനമാക്കി വാണിജ്യ, വ്യാവസായിക ഉപഭോക്തൃ വിഭാഗങ്ങളിലെ ദീർഘകാല നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സൗരോർജ്ജ പദ്ധതികൾ നിർമ്മിക്കുന്നു. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 74.44%, FII 0.98%, പബ്ലിക് 24.58%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 148, ഏണിംഗ് പെർ ഷെയർ 14.22, റേഷ്യോസ് 63.77. വാരി റിന്യൂവബിൾ ടെക്നോളജീസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പാനൽ നിർമ്മാതാക്കളിൽ ഒന്നാണ്, കൂടാതെ പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ ഒരു പ്രമുഖ സ്റ്റോക്കാണ്. നൂതന സാങ്കേതികവിദ്യ, വിപുലമായ ഉൽപ്പാദനശേഷി, തന്ത്രപരമായ പങ്കാളിത്തം എന്നിവ കമ്പനിയുടെ ശക്തമായ വളർച്ചാ പാതയെ പിന്തുണയ്ക്കുന്നു. സോളാർ മൊഡ്യൂൾ സപ്ലൈയിലും ടോൺ കീ സൊല്യൂഷനുകളിലും വാരിയുടെ ശ്രദ്ധ ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ ലക്ഷ്യങ്ങളിൽ കാര്യമായ സംഭാവന നൽകുന്നു. 2024 കമ്പനി 704 മെഗാവാട്ട് പവർ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കി. ഇത് 2023-ലെ 295 മെഗാവാട്ട് പവറിൽ നിന്ന് 138% വാർഷിക വളർച്ചയെ പ്രതിനിധീകരിക്കുന്നു. ഈ കാലയളവിൽ വരുമാനം 150% വർദ്ധിച്ചു. ഇത് ശക്തമായ സാമ്പത്തിക പ്രകടനം എടുത്തുകാട്ടുന്നു. 2025 സാമ്പത്തിക വർഷത്തിലെ ക്വാർട്ടർ 2-ൽ വാരി 5.2 ബില്യൺ രൂപയുടെ റെക്കോർഡ് ത്രൈമാസ വരുമാനം നേടി. 2025 സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ വാരി 5.2 ബില്യൺ എന്ന എക്കാലത്തെയും ഉയർന്ന ത്രൈമാസ വരുമാനം രേഖപ്പെടുത്തി. EBITDA-യിൽ 155% വർധനവ് 1.1 ബില്യണായി റിപ്പോർട്ട് ചെയ്തു. അറ്റാദായം 175.3% ഉയർന്ന് 0.8 ബില്യണിലെത്തി. വാരി റിന്യൂവബിൾ ടെക്നോളജീസ് ലിമിറ്റഡ് ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജത്തിലേക്കുള്ള മാറ്റത്തിൽ മികച്ച സ്ഥാനത്താണ്. പ്രോജക്ട് എക്സിക്യൂഷൻ, വരുമാനം, ലാഭം എന്നിവയിലെ കമ്പനിയുടെ ശ്രദ്ധേയമായ വളർച്ച അതിന്റെ ശക്തമായ വിപണി സാന്നിധ്യം എടുത്തുകാണിക്കുന്നു. 25-27 ബില്യൺ മൂല്യമുള്ള 1.7 ജിഗാവാട്ടിന്റെ എക്സിക്യൂട്ട് ചെയ്യാത്ത ഓർഡർ ബുക്കും 17.8 ജിഗാവാട്ടിന്റെ കരുത്തുറ്റ പൈപ്പ്ലൈനും ഉള്ളതിനാൽ വാരി സുസ്ഥിരമായ വളർച്ചയ്ക്ക് തയ്യാറാണ്. മാർജിൻ സമ്മർദ്ദം ഒരു ആശങ്കയായി തുടരുമ്പോൾ പ്രവർത്തനക്ഷമതയിലും ലാഭകരമായ കരാറുകളിലും കമ്പനിയുടെ തന്ത്രപ്രധാനമായ ശ്രദ്ധ അതിന്റെ ദീർഘകാല വളർച്ചാ സാധ്യതയെ ശക്തിപ്പെടുത്തുന്നു. ഇത് 2025-ൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വേഗത്തിൽ വളരുന്ന സൗരോർജ്ജ സ്റ്റോക്കുകളിൽ ഒന്നാണ്. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ജെൻസോൾ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. 2012 സ്ഥാപിതമായ ജെൻസോൾ ഗ്രൂപ്പിലെ മുൻനിര കമ്പനിയായ ജെൻസോൾ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് സൗരോർജ്ജ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എഞ്ചിനീയറിംഗ്, സംഭരണം, നിർമ്മാണം സേവനങ്ങളിൽ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. 240-ലധികം പ്രൊഫഷണലുകളുടെ കരുത്തുറ്റ ടീമിനെ പ്രശംസിക്കുന്ന ജെൻസോൾ 700 മെഗാവാട്ടിൽ കൂടുതൽ ശേഷിയുള്ള ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ ഇൻസ്റ്റാളേഷനുകൾ സ്ഥാപിച്ച് ആഗോളതലത്തിൽ ടേൺകീ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിൽ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചു. സൗരോർജ്ജത്തിനുമപ്പുറം ജെൻസോൾ ഇന്ത്യയിലെ പൂനെയിൽ ഇലക്ട്രിക് 3 വീലറുകളും 4 വീലറുകളും നിർമ്മിക്കുന്നതിനായി അത്യാധുനിക ഇലക്ട്രിക് വെഹിക്കിൾ ഉൽപ്പാദന കേന്ദ്രം സ്ഥാപിച്ചു.
ജെൻസോൾ ഇവിക്ക് ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചു. ഇന്ത്യയുടെ ഇവി ലാൻഡ്സ്കേപ്പിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതിനായി ജെൻസോൾ നിർമ്മിക്കുക മാത്രമല്ല, സമഗ്രമായ ഇവി ലീസിംഗ് സൊല്യൂഷനുകൾ നൽകുകയും ചെയ്യുന്നു. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 62.58%, FII 2.3%, പബ്ലിക് 35.13%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 53, ഏണിംഗ് പെർ ഷെയർ 15.8, റേഷ്യോസ് 18.28. സോളാർ EPC മേഖലയിലെ മുൻനിര പ്ലെയറാണ് ജെൻസോൾ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. പഞ്ചാബിലെ ഒരു പ്രമുഖ സ്റ്റീൽ ഉൽപ്പന്ന കമ്പനിക്ക് വേണ്ടി ആദ്യത്തെ വലിയ ടാങ്കി സോളാർ പ്രോജക്റ്റ് സുരക്ഷിതമാക്കി കമ്പനി ഒരു പ്രധാന നാഴികക്കല്ല് കൈവരിച്ചു. ഈ പദ്ധതിയിൽ 22 മെഗാവാട്ട് ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ PV പവർ പ്ലാന്റിന്റെ വികസനം ഉൾപ്പെടുന്നു. മൊത്തം കരാർ മൂല്യം 88 കോടി 6 മാസത്തിനുള്ളിൽ നടപ്പിലാക്കും. ഉയർന്ന ബൈഫേഷ്യൽ സോളാർ മൊഡ്യൂളുകളുടെ ഉപയോഗം ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ ലക്ഷ്യങ്ങളുമായി യോജിപ്പിച്ച് ഹരിത ഊർജ്ജ അടിസ്ഥാന സൗകര്യത്തിന് കാര്യമായ സംഭാവന നൽകിക്കൊണ്ട് പരമാവധി ഊർജ്ജ ഉൽപ്പാദനവും ഉറപ്പാക്കുന്നു. ജെൻസോൾ എഞ്ചിനീയറിംഗ് അടുത്തിടെ മിക്സഡ് സ്റ്റോക്ക് പ്രകടനം കാണിക്കുന്നു. 2024 സെപ്റ്റംബർ 30 കണക്കനുസരിച്ച് കമ്പനിയുടെ ഓർഡർ ബുക്ക് 3400 കോടിയാണ്. ഇതൊക്കെയാണെങ്കിലും ഈ സ്റ്റോക്ക് ഏകദേശം 8% നെഗറ്റീവ് റിട്ടേൺ വർഷം ടു ഡേറ്റ് YTD നൽകി സെൻസെക്സിന് താഴെയായി അതേ കാലയളവിൽ 11% നേട്ടമുണ്ടാക്കി. എന്നിരുന്നാലും ദീർഘകാല പാത ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 98% നേട്ടവും 3 വർഷത്തിനുള്ളിൽ 3658.5% വർധനയും കമ്പനിയുടെ ശക്തമായ വളർച്ചാ സാധ്യത കാണിക്കുന്നു. പഞ്ചാബ് പ്രോജക്റ്റിന് പുറമെ 23178 കിലോവാട്ട് പവർ സ്ഥാപിത ശേഷിയുള്ള ഒരു പ്രോജക്റ്റ് സുരക്ഷിതമാക്കിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിലെ സുസ്ഥിരതയ്ക്കുള്ള പ്രതിജ്ഞാബദ്ധ ജെൻസോൾ അടുത്തിടെ പ്രഖ്യാപിച്ചു. AED 186 മില്യൺ മൂല്യമുള്ള കരാർ ജെൻസോളിന്റെ വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര സാന്നിധ്യം എടുത്തുകാട്ടുന്നു. ഈ പങ്കാളിത്തം 2050 ക്ലീൻ എനർജി കാഴ്ചപ്പാടുമായി യോജിപ്പിക്കുകയും നൂതന സോളാർ EPC സൊല്യൂഷനുകളുടെ ദാതാവെന്ന നിലയിൽ ജെൻസോളിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. 2025 സാമ്പത്തിക വർഷത്തിലെ ക്വാർട്ടർ 2-ൽ ജെൻസോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 13.76% വർധനയോടെ 346.82 കോടി വരുമാനം രേഖപ്പെടുത്തി. എന്നിരുന്നാലും മുൻപാദത്തേക്കാൾ തുടർച്ചയായി 4.58% ഇടിവുണ്ടായി. ത്രൈമാസ അടിസ്ഥാനത്തിൽ അറ്റാദായം 8.24% ഇടിഞ്ഞെങ്കിലും അറ്റാദായം 60.55% ഉയർന്ന് 29.38 കോടി രൂപയായി. അറ്റാദായ മാർജിൻ 8.47% ആയി മെച്ചപ്പെട്ടു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 41.13% വർധനവ്, എന്നാൽ തുടർച്ചയായി 3.84% ഇടിവ് രേഖപ്പെടുത്തി. ചില ഹ്രസ്വകാല വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ഈ ഫലങ്ങൾ ശക്തമായ വാർഷിക വളർച്ചയെ സൂചിപ്പിക്കുന്നു. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൺക്ലൂഷൻ. 2025 ശ്രദ്ധിക്കേണ്ട ഏറ്റവും വേഗത്തിൽ വളരുന്ന സൗരോർജ്ജ സ്റ്റോക്കുകളിലൊന്നായ വാരി റിന്യൂവബിൾ ടെക്നോളജീസ് ലിമിറ്റഡ് ഭാവിയിലെ പുനരുപയോഗ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതേസമയം ജെൻസോൾ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ശക്തമായ ഓർഡർ ബുക്ക്, നൂതന സാങ്കേതികവിദ്യകൾ, രാജ്യാന്തര പദ്ധതികളിലെ പങ്കാളിത്തം എന്നിവയിലൂടെ നന്നായി മുന്നേറുന്നു. ഇരു കമ്പനികളും അവരുടെ വലിയ വളർച്ചാ സാധ്യതകളും നവീന സമീപങ്ങളും വഴി പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ ഇന്ത്യൻ വിപണിയിൽ ശക്തമായ നിലപാട് ഉറപ്പാക്കുന്നു. 2025 ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കുകൾ നല്ല ഒരു ബൈയിങ് ഓപ്ഷനാണ്. താങ്ക് യു.